രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി RSS മേധാവി മോഹൻ ഭാഗവത്. ഹിന്ദു നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ രാമക്ഷേത്രം പോലുള്ള തർക്കങ്ങൾ ഉന്നയിക്കുന്നത് അസ്വീകാര്യമായ പ്രവണതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ പല ഹൈന്ദവ സംഘടനകളുടെ നീക്കത്തിനും RSS പിന്തുണയുണ്ടാകില്ലെന്ന് ഉറപ്പായി. മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രസക്തിയിലാണ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന. ഇത് കേന്ദ്ര സർക്കാരിനും ആശ്വാസമാണ്. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എങ്ങനെ യോജിപ്പോടെ ജീവിക്കാനാകും എന്നതിന് ഇന്ത്യ ഒരു മാതൃക കാണിക്കണമെന്നും പൂനെയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ സംഭലിലെ ഷാഹി ജമാ മസ്ജിദ്, രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന. ഇതിന്റെ പിന്നിൽ തീവ്ര ഹൈന്ദവ സംഘടനകളാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മോഹൻ ഭഗവതിന്റെ വിശദീകരണം നിർണായകമാണ്. നമ്മൾ വളരെ കാലമായി സൗഹാർദ്ദപരമായി ജീവിക്കുന്നു. ഇന്ത്യക്കാർ തർക്ക വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കാൻ ശ്രമിക്കണം. രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഹിന്ദുക്കളുടെ നേതാക്കളാകാമെന്ന് ചിലർ കരുതുന്നു. ഇത് സ്വീകാര്യമല്ല, ഭാഗവത് പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്തു. രാമക്ഷേത്രം വിശ്വാസത്തിന്റെ കാര്യമാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. അത് നിർമ്മിക്കപ്പെടണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചിരുന്നു. വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും പേരിൽ മറ്റിടങ്ങളിൽ തർക്കമുണ്ടാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമില്ല, എല്ലാവരും ഒന്നാണ്. മറ്റു മതങ്ങളെ അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരമല്ല. എല്ലാവർക്കും അവരുടെ വിശ്വാസപ്രകാരം ആരാധന നടത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വഗുരു ഭാരത എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി പൂനെയിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. തർക്ക വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാരതീയർ തങ്ങളുടെ രാജ്യത്തെ ലോകത്തിന് മാതൃകയാക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പൗരാണിക സംസ്കാരത്തിലേക്ക് തിരിച്ചുവരികയാണ് സമൂഹത്തിലെ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള പരിഹാരമെന്ന് മോഹൻ ഭഗവത് വ്യക്തമാക്കി. തീവ്രവാദം, മറ്റ് മതസ്ഥരുടെ ദൈവങ്ങളെ അപമാനിക്കൽ എന്നിവ നമ്മുടെ സംസ്കാരമല്ല. ഇവിടെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഇല്ല. നമ്മൾ എല്ലാവരും ഒന്നാണ്. ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാ രീതിയുണ്ട്. അതുപ്രകാരം ആരാധന നടത്താൻ ഈ രാജ്യത്ത് സാധിക്കണം, മോഹൻ ഭഗവത് പറഞ്ഞു. മോഹൻ ഭഗവതിന്റെ ഈ ഒരു വിശദീകരണം നിർണായകമായി തീരുകയാണ്. പൂനെയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യോജിപ്പോടെ ജീവിക്കാൻ കഴിയണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതും പറഞ്ഞിരിക്കുന്നതും. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും എങ്ങനെ യോജിപ്പോടെ ജീവിക്കാനാകും എന്നതിന് നമ്മുടെ ഇന്ത്യ ഒരു മാതൃക കാണിക്കണമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്.